നമസ്കാരം. റിപ്പോർട്ടർ ടിവിയിലെ മുൻ മാധ്യമപ്രവർത്തക ഉന്നയിച്ച പീഡന ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽകിഫിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി മാധ്യമപ്രവർത്തക അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ വെച്ച് തനിക്ക് നേരെ ലൈംഗിക പീഡനമുണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ. തനിക്കുണ്ടായ ദുരനുഭവത്തിൽ പരാതി നൽകാൻ തുനിഞ്ഞപ്പോൾ ചാനലിന്റെ ഉന്നത അധികാരികൾ പരാതി പിൻവലിക്കാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തി. ജോലിസ്ഥലത്ത് വിശേഷിച്ചും മാധ്യമ മേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷയെയും അന്തസ്സിനെയും ബാധിക്കുന്ന ഈ സംഭവം അതീവ ഗുരുതരവും ആശങ്കയുളവാക്കുന്നതുമാണ്. ഇത്തരം വെളിപ്പെടുത്തലുകളെ നിസ്സാരമായി തള്ളാൻ കഴിയില്ല. പോലീസ് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിച്ച് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് ദുൽകിഫിൽ തന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. വനിതാ സംരക്ഷണ സെല്ലിനെയോ ക്രൈംബ്രാഞ്ചിനെയോ ഉൾപ്പെടുത്തി സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ വെളിപ്പെടുത്തലിന്റെ ഫേസ്ബുക്ക് ലിങ്കും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റി എം തോമസിനെതിരെയായിരുന്നു യുവതിയുടെ ആരോപണം. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് യുവതി ക്രിസ്റ്റിയുടെ പേര് വെളിപ്പെടുത്തിയത്. യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് റിപ്പോർട്ടർ ചാനൽ വീട്ടിലായിരുന്നു. യുവതിയെ കൂടാതെ മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റു പലരും രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതാക്കൾ സൈബറിടങ്ങളിലും ചാനൽ മാനേജ്മെന്റിനുമെതിരെ വിമർശനമുയർത്തിയിരുന്നു. തുടർന്നാണ് ഗത്യന്തരമില്ലാതെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിന് ഉൾപ്പെടെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നതും. ക്രിസ്റ്റിയുടെ പേര് വെളിപ്പെടുത്തിയെങ്കിൽ കൂടിയും റിപ്പോർട്ടർ ചാനൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും പങ്കുവച്ച വീഡിയോയിൽ യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഈ വിഷയം കാരണം തന്നെ വല്ലാതെ ബാധിച്ചു. കൂടാതെ ഈ പ്രശ്നം വെളിപ്പെടുത്തിയത് മുതലുള്ള ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ചില കമന്റുകളെല്ലാം തന്നെ വല്ലാതെ ബാധിച്ചു. താൻ ഈ പേര് ആദ്യം മുതലേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല, ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് ആദ്യമേ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ മാനുഷിക പരിഗണന ഇവരെ പോലുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് തന്റെ അനുഭവം തന്നെ പഠിപ്പിച്ചതെന്നും യുവതി വീഡിയോയിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് പേര് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇയാളെ പോലുള്ളവരെ സമൂഹം അറിയണം. തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു, ചേട്ടനെ പോലെയായിരുന്നു. ജോലി സംബന്ധമായ സംശയങ്ങളൊക്കെ സ്ഥിരമായി വിളിച്ചു ചോദിക്കുമായിരുന്നു. തന്റെ അതേ ജില്ലയിൽ തന്നെയുള്ള വ്യക്തിയാണ്. എന്നാൽ ഇത് വഴിമാറി പോകുന്നത് താൻ പതിയെ മനസ്സിലാക്കിയപ്പോൾ അകലം പാലിച്ചു. പ്രശ്നം ആരോടും തുറന്നു പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലുമായിരുന്നില്ല. ചുരുക്കം ചില സുഹൃത്തുക്കളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. ആ സ്ഥാപനത്തിൽ ഇതൊന്നും പറഞ്ഞിട്ട് ഗുണമുണ്ടെന്ന് കരുതുന്നില്ല. പറയാനായി ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കുറ്റപ്പെടുത്തുന്ന പരാമർശമുണ്ടായി. തുടർന്നാണ് ഉപദ്രവം ഉണ്ടായപ്പോൾ ജോലി രാജിവെച്ചത്. ഇയാൾ മറ്റു പലരോടും മോശമായി പെരുമാറിയിരുന്നു. കുടുംബത്തെ ഓർത്ത് പേര് മറച്ചുവെച്ചപ്പോഴും ഉപദ്രവിക്കുന്ന രീതിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ഥാപനം നടപടിയെടുക്കുമെന്ന് കരുതുന്നില്ല. ചിലപ്പോൾ പ്രമോഷൻ കൊടുത്തെന്നിരിക്കുമെന്നായിരുന്നു യുവതി ക്രിസ്റ്റിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇയാൾക്കെതിരെ ചാനൽ മാനേജ്മെന്റ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. തന്നോട് മാത്രമല്ല മറ്റു പലരോടും ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ കെട്ടടങ്ങുമ്പോൾ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് താൻ പേര് വെളിപ്പെടുത്തിയതെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു. സംഭവം നടന്ന ശേഷം ഇത് സ്ഥാപനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന പ്രതികരണങ്ങളാണ് ലഭിച്ചത്. റിപ്പോർട്ടർ ടിവിയിലെ മുൻ മാധ്യമപ്രവർത്തക രാജിവെച്ച് 2 മാസത്തിന് ശേഷം നടത്തിയ വെളിപ്പെടുത്തലിൽ ക്രിസ്റ്റി എം തോമസിനെതിരായ ആരോപണം പരാതിയായി കണക്കാക്കിയാണെന്ന് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു. ആരോപണ വിധിനെ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ വിഷയം പോലീസിൽ അറിയിക്കുമെന്നും ആൻഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.